ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെ പോലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിന് ക്രോസോണും അതുപോലെ തന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗും ഒക്കെ ആയിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ആഹാരം. അപ്പോൾ ബ്രെഡ് ഐറ്റംസ് ആണ് കൂടുതലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടി തയ്യാറായി നിന്നിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡംഷാർട്ട്സൊക്കെ കളിച്ച്, കാരണം കുറച്ചധികം ദൂരം നമുക്ക് ആംസ്റ്റർഡാമിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഉണ്ട് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ആംസ്റ്റർഡാമിൽ നിന്ന് നമ്മൾ ആദ്യം പോകുന്ന കൊളോണിലേക്കാണ്. അപ്പോൾ കൊളോൺ, ബൊപ്പാട്ട്, ഹിഡൽബർഗ് ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. അപ്പം ഈ ഒരു സമയം നമുക്ക് ഇങ്ങനെ ബോറടിക്കാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ എല്ലാവരുമായിട്ടൊക്കെയുള്ള ഒരു മിംഗ്ലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ദിവസം ഡംഷാർട്ട്സ് ആണ് കളിച്ചത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെയാണ് ഞാൻ പൊതുവേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ ദീപു, അതുപോലെ ഡോക്ടർ ദീപുവിൻ്റെ 3 കുട്ടികൾ, വൈഫ് ഡയബറ്റോളജിസ്റ്റ് ഒക്കെ നമ്മുടെ യാത്രയിൽ കൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ ആക്റ്റീവായിട്ടായിരുന്നു ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ ഇത് നമ്മുടെ എലിസബത്ത്, നമ്മുടെ ടൂർ കോർഡിനേറ്ററാണ്, ഗൈഡാണ്, ടൂർ നമ്മളെ നയിക്കുന്ന ആൾ. അപ്പോൾ ഇവരെല്ലാം തന്നെ നമ്മുടെ മുന്നത്തെ 4 എപ്പിസോഡുകളിലും ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും 4 ഡേയും കാണണം, 4 വീഡിയോസും കാണണം. ഞങ്ങൾ മെയ് 4-ാം തീയതിയാണ് യൂറോപ്യൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. GTH വഴിയാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് കൊളോണിലുള്ള കൊളോൺ കത്തീഡ്രലിലേക്കാണ് ഞങ്ങളുടെ പോക്ക്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി കുറച്ച് നടക്കണം കത്തീഡ്രലിലേക്ക്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ കത്തീഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോൺ കത്തീഡ്രൽ ജർമ്മനിയിലെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കാണ്, ഒരു മാസ്റ്റർ പീസാണ്. അതെന്ന് വെച്ചാൽ മാസ്റ്റർ പീസ് ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. നമ്മളത് കാണാനാണ് പോകുന്നത്. അപ്പോൾ നടക്കുന്ന വഴി ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ജർമ്മനിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്സ്, ആ ഒരു പഴമ നമുക്കിവിടെയും പാരീസിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ദർശിക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ കത്തീഡ്രലിലെത്തി. അപ്പോൾ ശരിക്കും ഇതൊരു എന്താ പറയുക, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കേട്ടോ ഈ കത്തീഡ്രൽ. അപ്പോൾ ശരിക്കും ഭയങ്കര എന്താ പറയുക, അത്ഭുതകരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്, ഈ ഗോത്തിക് ആർക്കിടെക്ചറാണ് ഈ ഒരു കത്തീഡ്രലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിലേക്ക് വന്ന് ജർമ്മനിയിലെത്തി ഇങ്ങനെ ഒരു കത്തീഡ്രലൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. കാര്യം എത്രയോ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഈ യൂറോപ്യൻ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധിച്ചു എന്ന് പറയുന്നതിൽ വളരെ ദൈവാനുഗ്രഹമായിട്ട് കാണുന്നൊരു കാര്യമാണ്. ഞങ്ങൾ ഓരോ ട്രിപ്പും സാധിച്ചെടുക്കുമ്പോഴും അത് ദൈവാനുഗ്രഹം കൊണ്ടാണ് എന്ന് കരുതുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ട്രിപ്പും അതുപോലെ നാഷണൽ ട്രിപ്പുകളും ഒക്കെ ആയിട്ട് പോയി. ആദ്യമായിട്ടാണ് ഈ യൂറോപ്യൻ ട്രിപ്പിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോസും എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അത് എല്ലാം കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് തന്നെ കുറച്ചുകൂടെ യാത്രകളൊക്കെ ചെയ്ത് അത് പറ്റാത്തൊക്കെ ഒരു സമയം വരുമല്ലോ, ഓൾഡ് ഏജൊക്കെ വയസ്സാകുമ്പോൾ നമുക്ക് ഓർക്കാനായിട്ടുള്ള കുറേ വീഡിയോസ്, നമ്മൾ ഓർക്കാനായിട്ടുള്ള കുറേ അനുഭവങ്ങളാണ് ഈ വീഡിയോസിലൂടെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കത്തീഡ്രലിനകത്തുള്ള കാഴ്ചകളൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. വലിയ കത്തീഡ്രലാണ്. അപ്പോൾ അവിടെ മൊത്തം ഞങ്ങൾ കുറച്ചധികം സമയമെടുത്ത് കറങ്ങി കണ്ടു.
അങ്ങനെ കത്തീഡ്രൽ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ കൊളോണിൽ തന്നെയാണ് നമ്മുടെ ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ ഷോപ്പൊക്കെ ഇങ്ങനെ നോക്കി ഈ സോനിയേഴ്സ് വാങ്ങിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ട്. എവിടെ പോയാലും അതിപ്പോൾ നാഷണൽ ട്രിപ്പുകളാണെങ്കിലും ഇൻ്റർനാഷണൽ ട്രിപ്പുകളാണെങ്കിലും ഏത് സ്ഥലത്ത് പോയാലും അതിനെ പ്രതിനിധീകരിച്ച് എന്തെങ്കിലും ഒരു സോനിയർ മേടിച്ച് വയ്ക്കാൻ വീട്ടിൽ കൊണ്ടുവരിക എന്ന് പറയുന്നൊരു ശീലമുണ്ട്. അപ്പം നമ്മൾ ജർമ്മനിയിലെ സോനിയേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഷോപ്പുകളൊക്കെ തപ്പി നടന്ന് എല്ലാം ഭയങ്കര കോസ്റ്റാണ് കേട്ടോ. അപ്പോൾ യൂറോയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 98 ഇന്ത്യൻ റുപ്പീസ് വരും. അപ്പം നമുക്കങ്ങനെ 1 യൂറോ 2 യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊന്നും തീർത്തും ഇല്ല. സോനിയേഴ്സിനൊക്കെ ഒരു 3.5 യൂറോയൊക്കെയാണ് പൊതുവേ നമുക്ക് നല്ലൊരു സോനിയറൊക്കെ മേടിക്കാനുള്ള മിനിമം ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ പല പല കാഴ്ചകളൊക്കെയാണ് കണ്ടത്. ഇവിടെ കൂടുതലും യൂറോപ്യൻ കൺട്രീസിലെ ആൾക്കാർ സൈക്കിളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ആൾക്കാർ സൈക്കിള് ഉപയോഗിക്കുന്നുണ്ട്, ലേഡീസും ജെൻസും കുട്ടികളും ഒക്കെ തന്നെ. ഇതൊക്കെ കൊണ്ടായിരിക്കും ഇത്രയും സിറ്റി നല്ല നീറ്റും അതുപോലെ പൊല്യൂഷനൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങളിതുപോലെ വേറൊരു ടൂർ ഏജൻസിയിൽ കൂടെ വന്ന ഒരു ഇന്ത്യക്കാരനെ നമ്മൾ മീറ്റ് ചെയ്തു. അപ്പം ഇത് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് കേട്ടോ. ഒത്തിരി പേര് സൈക്കിളിനോടൊപ്പം ഇതും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കൊളോണിൽ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് അല്ല, ചൈനീസ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ലോക്കൽ ഫുഡാണ് ഇന്ന് നമുക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ ഫുഡെന്ന് പറയുന്നത് മിക്സ്ഡാണ്. അതായത് ചില ദിവസങ്ങളിൽ ചില നേരങ്ങളിൽ ലോക്കൽ ഫുഡും ചില സമയങ്ങളിൽ ഇന്ത്യൻ ഫുഡും. അപ്പോൾ നമുക്ക് ഈ 13 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ 13 ദിവസവും നമുക്ക് അങ്ങനെ ലോക്കൽ ഫുഡ് കഴിച്ച് നമുക്ക് ബോറടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യൻ ഫുഡും കൂടെ തരും. അപ്പോൾ ഇത് നമ്മുടെ ഡോക്ടർ ദിപുവും ഫാമിലിയാണ്. അങ്ങനെ ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് വന്ന ചിലരുടെ മക്കളും മരുമക്കളും ഒക്കെ കുട്ടികളും ഒക്കെ ജർമ്മനിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലുമായിട്ട് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഈ സിറ്റി ടൂർ നടത്താനായിട്ട് ചെറിയ ചെറിയ ടോയ് ട്രെയിനുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ച് ഞങ്ങൾ ഇനി പോകുന്നത് റൈൻ ക്രൂയിസിന് വേണ്ടിയിട്ടാണ്. ബൊപ്പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ റൈൻ റിവറിലൂടെയുള്ള സഞ്ചാരമുണ്ട്, റൈൻ ക്രൂസ്. അത് ബൊപ്പാട്ടിൽ നിന്ന് സെൻഗോറിലേക്ക് അത്രയും ദൂരമാണ് നമ്മൾ ഈ ക്രൂയിസ് ഉള്ളത്. അപ്പോൾ അത് ശരിക്കും ഭയങ്കര എന്താ പറയുക സ്റ്റണ്ണിങ് എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അപ്പർ മിഡിൽ റൈൻ വാലിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രതീക്ഷ ഉള്ള ഒരു യാത്രയാണിത്. അങ്ങനെ ഞങ്ങൾ റൈൻ റിവറിൻ്റെ കരയിലെത്തി. അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് ക്രൂയിസിലേക്ക് കയറേണ്ടത്. നമുക്ക് വേണ്ടിയിട്ടുള്ള ക്രൂയിസ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാസ് ഈ നമ്മുടെ ഏജൻസി തന്നെ GTH തന്നെ നേരത്തെ കൂട്ടി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടൂർ കോർഡിനേറ്റർ എലിസബത്തിൻ്റെ കൂടെ പോയാൽ മതി. നമുക്കല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട. അങ്ങനെ ഞങ്ങൾ ക്രൂയിസിന് ലക്ഷ്യമിട്ട് ഇങ്ങനെ പോവുകയാണ്.
പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ക്രൂയിസിലുള്ള ജോലിക്കാരും അതുപോലെ ചില കടകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഒരു അറോഗൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതായത് ടൂറിസ്റ്റുകളോട് ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിലും അല്ല ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിലേറെ പേരും അവരെ വളരെ വാമായിട്ടാണ് വെൽക്കം ചെയ്യുന്നത്. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു വാമായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല കണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും അറിയില്ല. പലരും നമ്മൾ ഈ എന്താ പറയുക ഈ സ്കിൻ കളർ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരോട് ഇവർക്ക് ഇങ്ങനെ ഒരു പുച്ഛമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അറിയില്ല. എന്നാലും ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ ഒരു അപ്രോച്ച് എനിക്ക് ഫീൽ ചെയ്തു. എന്തായിരുന്നാലും അതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മളിങ്ങനെ കാഴ്ചകളുടെ ആ ഭംഗി അതാണ് നമ്മൾ ആസ്വദിച്ചത്. അല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തില്ല. അപ്പോൾ ആ ക്രൂയിസിലൂടെയുള്ള യാത്ര ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത അത്രയ്ക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് തരുന്ന ഒരു യാത്രയായിരുന്നു. അവിടുത്തെ ആ ജർമ്മനിയിലെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എന്താ ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ഒരുപാട് കാസലുകൾ, ഒത്തിരി കൊട്ടാരങ്ങളൊക്കെ ഉണ്ടല്ലോ, കാസൽസ്, അതുപോലെ വില്ലേജുകൾ, പല വില്ലേജുകളും, അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ലോറലി റോക്ക് എന്ന് പറയും. അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ കണ്ടു പോവുക എന്ന് പറയുന്നത്, അത് മാത്രമല്ല ഓരോ കാസലിൻ്റെയും ഓരോ വില്ലേജിൻ്റെയും ഒക്കെ ഓഡിയോ നമുക്കവിടെ കേൾക്കാമായിരുന്നു. അതിനിടയിൽ നമ്മൾ താഴെ ക്രൂയിസിൻ്റെ താഴത്തെ ഇവിടെ പോയിട്ട് കാപ്പി ചായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എല്ലാം ഭയങ്കര കോസ്റ്റാണ്. എന്തായിരുന്നാലും ഈ ഒരു തണുപ്പ്, ഭയങ്കര തണുപ്പാണല്ലോ, അപ്പം ചൂട് ചായയൊക്കെ കിട്ടുക എന്ന് പറയുന്ന ഒരു അനുഭവം തന്നെയാണ് ആ സമയത്ത്. അപ്പോൾ അതെല്ലാം കൊണ്ട് മുകളിൽ കൊണ്ടുപോയിട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പം ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കങ്ങനെ പാൽപ്പൊടിയൊന്നും കിട്ടില്ല കേട്ടോ. ഇത് മറ്റേ ക്രീം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടൻസ്ഡ് മിൽക്കായിട്ട് അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ചായയിൽ ചേർത്ത് കുടിച്ചാൽ മതി. അതും ഈ ടീ പൗഡർ എന്നൊക്കെ പറഞ്ഞാൽ, ടീ ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ പല തരത്തിലുള്ള ടീ ബാഗൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ടീ അതാ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ അതേ ചായ എന്ന് പറയുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ടീ പൗഡർ ബാഗ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ട്രെയിനൊക്കെ പോകുന്നതെല്ലാം കണ്ടു. ഒത്തിരി വേറെ ഗ്രൂപ്പുകളും ഉണ്ട് കേട്ടോ, വേറെ ടൂർ കമ്പനികളിൽ നിന്നുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ട്. സൗത്ത് ഇന്ത്യൻസ് തന്നെയാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം ഇവരുടെ ഈ വില്ലേജുകൾ, ആ ഒരു വീടുകളുടെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ പ്രത്യേകത, ആ പഴയ രീതിയിലൊക്കെ തന്നെയുള്ള വീടുകൾ തന്നെയാണ് അവർ കൺസേർവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള കാസലുകൾ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഓഡിയോ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കേൾക്കാം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മൈക്കിലൂടെ ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും ഏത് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരാണോ അതിനനുസരിച്ചാണ് ഇവർ ലാംഗ്വേജ് മാറ്റി. ഇവിടെ ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലാണിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പോകുമ്പോഴത്തേക്കും കാണുന്ന ഓരോ കെട്ടിടങ്ങളുടെയും ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനാണ് അവർ പറഞ്ഞത്. ഓരോ കാസലിൻ്റെയും ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനാണ് അവർ തരുന്നത്. അപ്പോൾ നല്ലൊരു വേർത്തായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു റൈൻ ക്രൂയിസിലുള്ള ഈ യാത്ര എന്ന് പറയുന്നത്, ഈ റിവറിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ശരിക്കും എൻജോയ് ചെയ്തൊരു കാര്യമാണ് ഞാൻ. അപ്പോൾ ഈ ഒരു യാത്ര അവസാനിക്കുന്നതിന് മുന്നേ ഒരു DJ നടത്തിക്കളയാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. കാരണം ഞങ്ങളുടെ എല്ലാ ട്രിപ്പിലും ഒരു DJ, ചെറുതായിട്ടെങ്കിലും ഒരു DJ പാർട്ടി ഉണ്ടാവുമേ. ഞാൻ ഒത്തിരി ആസ്വദിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് DJ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂൾ ട്രിപ്പ്, കോട്ടയം ഗിരിദീപം ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ കുട്ടികളെയും കൊണ്ട് ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ ചിക്കമംഗ്ലൂരൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് 2 DJ പാർട്ടികളുണ്ടായിരുന്നു. അത് ശരിക്കും കുട്ടികളോടൊപ്പം എൻജോയ് ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ പിന്നെ അതിന് മുന്നേ ആണോ ഓർക്കുന്നില്ല, സിംഗപ്പൂർ, മലേഷ്യയൊക്കെ പോയപ്പോഴും DJ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ DJ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരെയൊക്കെ വിളിച്ചു.
പക്ഷേ സോങ് മൊബൈലിൽ വെക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരെയൊക്കെ വിളിച്ചും കൂട്ടിയെല്ലാം വന്നപ്പോഴത്തേക്കും ക്രൂയിസ് കരയ്ക്ക് അടുത്തു എന്നുള്ളതാണ്. നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി എന്നുള്ളതായിരുന്നു. അപ്പോൾ വളരെ വിഷമിച്ച് നമ്മൾ ആ DJ-യുടെ ഐഡിയ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ പിന്നെ ക്രൂയിസിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഹിഡൽബർഗിലേക്കുള്ള യാത്രയിൽ ഒരു ഇന്ത്യൻ പാലസ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾക്ക് ഡിന്നർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് വൈകുന്നേരം 6 മണിയോ 6:30യോ എന്തായാലും ഒരു 7-7:30 തന്നെ നമ്മൾ ഡിന്നർ കഴിക്കുന്ന രീതിയിലായിരുന്നു ഈ 4 ദിവസവും. അപ്പോൾ നമ്മൾ ഈ 4 ദിവസവും കണ്ടു. ഈ രാത്രി സൺസെറ്റ് എന്ന് പറയുന്നത് രാത്രി ഒരു 8:30-9 മണിക്കൊക്കെയാണ്. അപ്പോൾ ഇതും നമുക്കൊരു 6-7 മണി സമയമാണ്. നല്ല വെയിലും ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് ഇന്ത്യൻ ഫുഡായിരുന്നു. അപ്പം ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അവിടെയൊക്കെ പോയി ചെന്ന് നോക്കി. കാരണം ബാക്കിയുള്ളവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് കഴിച്ച് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ട്രെയിൻ വരുന്ന അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ട്രെയിനിൻ്റെ കൂടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞായിട്ട് അങ്ങനെ ട്രെയിൻ വരുന്നത് അങ്ങനെ കാത്ത് നിൽക്കുവാണ്. അവസാനം ട്രെയിൻ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഹിഡൽബർഗിലേക്ക് പോവുക. കാര്യം ഹിഡൽബർഗിലെ ഒരു ഹോട്ടലിലാണ് ഞങ്ങളുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹിഡൽബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സിറ്റിയാണ്. നെക്കാർ റിവറിൻ്റെ കരയിലാണ് ഈ ഒരു സിറ്റി, ഹിഡൽബർഗ് എന്ന് പറഞ്ഞൊരു സിറ്റി. അപ്പോൾ നല്ലൊരു ഹോട്ടൽ. അത് ഞങ്ങളുടെ എല്ലാ ഹോട്ടലുകളും കുറച്ച് റിമോട്ട് ഏരിയാസിലേക്കായിരുന്നു. മേ ബി കോസ്റ്റ് കുറയ്ക്കാനും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഹോട്ടലുകൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത നല്ല സ്ഥലത്തൊക്കെ തന്നെയാണ്. കുറച്ച് ഉള്ളിലോട്ടാണെന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടി വരും. കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ ഹോട്ടൽ നമ്മൾ അതിനകത്ത് നീറ്റ്നെസ്സും കാര്യങ്ങളും ഒക്കെ നല്ല ഇതൊക്കെയായിരുന്നു. റൂമിൻ്റെ വലിപ്പവും ഒക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ചില ഹോട്ടലുകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്നാലും ഈ നമ്മുടെയൊക്കെ ഇവിടെയുള്ള 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിലെ പോലെയൊന്നും ഇങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള എന്താ പറയുക തേയിലപ്പൊടി കാപ്പിപ്പൊടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ ഹോട്ടലിൽ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ അടുത്തൊരു ഷോപ്പിംഗ് മാർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ ചെന്ന സമയത്ത് അടച്ചു പോയി. ഇതിപ്പോൾ ഒരു 8:30-9 മണിയായി കേട്ടോ. എന്നാലും ഫുള്ളായിട്ട് സൺസെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാർട്ടിൽ നിന്ന് തിരിച്ച് പോവാണ്. അങ്ങനെ നല്ല തണുപ്പ് കേട്ടോ, നല്ല തണുപ്പാണ്. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയോണാർഡോ എന്ന് പറയുന്നൊരു ഹോട്ടലാണ് നമ്മൾ ഹിഡൽബർഗിൽ നമ്മൾ സ്റ്റേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ യാത്രയിലൊക്കെ നമ്മൾ കുറച്ച് ക്ഷീണിച്ചിട്ട് റെസ്റ്റ് എടുക്കാം എന്നെല്ലാം പറഞ്ഞിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ഹോട്ടൽ റിസപ്ഷൻ്റെ സൈഡിലായിട്ട് പെറ്റ് ഫുഡ് കൊടുക്കാനായിട്ടുള്ള പാത്രമൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ പെറ്റ് ഫ്രണ്ട്ലിയാണ് ഹോട്ടലുകളൊക്കെ. സോ താങ്ക് യു.